ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. നമുക്കൊരു ഹെയർ ആക്സസറീസ് കിറ്റ് പരിചയപ്പെടാം കേട്ടോ. കുറേ ആയില്ലേ നമ്മളിതുപോലുള്ള കിറ്റുകൾ ചെയ്തിട്ട്. ഇന്നത്തെ കിറ്റ് ഒരു കുഞ്ഞൻ കിറ്റാണ്, ഒരു 400 രൂപയുടെ കിറ്റാണ് കേട്ടോ. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ഈ റേറ്റ് വരുന്നത്. എല്ലാ കിറ്റിലെയും പോലെ തന്നെ ക്യാൻവാസിൻ്റെ ഷീറ്റ്, അതുപോലെ തന്നെ 10 സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോയും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ ഷീറ്റ് എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഹെയർ ബോയിലോട്ട് ഫ്ലവേഴ്സൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഒട്ടിച്ചിട്ട് വേണം ഹെയർ ബോയിലോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പ്, പിപ്സ് വെക്കുന്നുണ്ട്. പിന്നെ ചിലർ പോളനെന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ 2 സാറ്റിൻ്റെ 1 ഇഞ്ച് റിബണാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വെക്കണ്ടല്ലേ, നമുക്ക് കുറച്ച് സ്ഥലം ലാഭിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇവിടെ നിന്നും നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഒന്ന് ലെവലിലിരിക്കട്ടെ അല്ലേ. അതുപോലെ തന്നെ ഓർഗൻസ റിബണിൻ്റെ ഡോട്ട് വരുന്ന ടൈപ്പ് 3 പീസ് റിബൺ ഉണ്ട്. പിന്നെ കുഞ്ഞൻ ഓർഗൻസ റിബൺ, അതായത് 1/2 ഇഞ്ചിൻ്റെ ഓർഗൻസ റിബണാണ് കേട്ടോ. അതും 3 പീസ് എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഗ്രോസ് ക്രെയിൻ റിബണാണ്, അത് 3 പീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് റിബൺസാണുള്ളത്, ഓർഗൻസ, സാറ്റിൻ, അതുപോലെ തന്നെ ഗ്രോസ് ക്രെയിൻ, അങ്ങനെ 3 ടൈപ്പ് റിബൺസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ചൊന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ക്യാമറയിൽ മൊത്തത്തിലായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ വർക്കുകൾ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ മേക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അലിഗേറ്റർ ക്ലിപ്പ്, അതുപോലെ തന്നെ ഈ ഒരു ബോ ഒക്കെ മേക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ബാക്കി കുറച്ച് റിബൺസൊക്കെ ബാലൻസ് വരും കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും കുറച്ച് ബോയോ ക്ലിപ്പോ ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.